ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസിന് വേണ്ടി എല്ലാ സഹോദരന്മാരും ഈ സായാഹ്നത്തിൽ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബാബു ഗായിക നമുക്ക് വേണ്ടി തന്റെ കലാവിരുന്ന് ഒരുക്കുകയാണ്. ഈ ബാബു ഗാനവും നമ്മളുമായിട്ട് എന്താണ് ബന്ധം? രാവിലെ തൊട്ട് പലരും ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ്, ഇത് എന്താണ്, ഇത് എന്തിനാണ്? അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അതിന് മുമ്പായിട്ട് പറയാം. ബാബു സംഗീതം എന്താണ്? ബാബു സംഗീതം ബംഗാൾ ഗ്രാമങ്ങളുടെ ഉൾത്തുടിപ്പാണ്. ബംഗാൾ എന്ന് പറയുന്ന വലിയൊരു സാംസ്കാരിക ഭൂമികയാണ്, വങ്കനാട്. ഞാനൊക്കെ എൻ്റെ വായനാ ജീവിതത്തിൽ കുഞ്ഞുനാൾ തൊട്ട് വായിക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് ഇങ്ങനെ ഈ ബിംബങ്ങളായിട്ട് ഇങ്ങനെ താവൂർ ഗായകരുടെ പ്രത്യക്ഷപ്പെടും, വാനപ്പാടികളെ പോലെ. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളിൽ സ്വപ്ന തുല്യമായ ഒരു ജീവിതം, ഉദാത്തമായ ഈ ഭൂമിയിലെ ജീവിതം ഒരു ബാബു ഗായകന്റെ ജീവിതമാണ്. മോസ്റ്റ് ഐഡിയലിസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ് ലൈഫ്. ഒരു ബിസിനസ്സുകാരന്റെയോ ഉദ്യോഗസ്ഥന്റെയോ ഒരു കൊടീശ്വരന്റെയോ അങ്ങനെയുള്ള എല്ലാം ജീവിതത്തിന്റെ അന്ത്യം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാം നിരാശയിലേക്ക് പോകുന്ന നമുക്കാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലോക കോടീശ്വരനായ ബിൽ ഗേറ്റ്സിന്റെ ആ പ്രതിസന്ധി, തന്റെ സമ്പത്ത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, തനിക്ക് ശേഷം ഈ സമ്പത്തിന് എന്ത് സംഭവിക്കും, തന്റെ കമ്പനിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള സ്റ്റീവ് ജോബ്സിന്റെ ആകുലത. ഇവിടെയാണ് ക്രിസ്തുവിന്റെ വചനങ്ങൾ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടേ മതി എന്നുള്ള പൗലോസ് ശ്ലീഹായുടെ വചനങ്ങൾ, സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി. ഇന്ന് മോർണിംഗ് സെഷനിൽ ഞാൻ പറഞ്ഞ പോലെ മാർക്സ് ഓഫ് ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആത്മീയതയുടെ അടയാളപ്പെടുത്തല് ലാളിത്യത്തിലും നിർമ്മലതയിലും എളിമയിലുമാണ്. പ്യൂരിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി. ഈ മൂന്നാണ് ബാബു ഗാനത്തിന്റെ, ബാബു സംഗീതത്തിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ബാബു ഗായകർ എന്ന് പറഞ്ഞാൽ അവർ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, നobody knows. They suddenly appear from somewhere. ഒരു ഗ്രാമത്തിന്റെ സന്ധ്യ ആകുമ്പോഴേക്കും ഒരു അകലെ നിന്നൊരു ശബ്ദം കേൾക്കാം, ഒരു ഏകധാരയുടെ ശബ്ദം, കുറെ ഒരു ഗായകൻ. ആ ഗ്രാമത്തിലുള്ളവർ അവരുടെ അപ്പം അവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു. അവരുടെ ഗാനങ്ങൾ കൊണ്ട് അവരുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തെ ഇവർ വെളിച്ചമുള്ളതാക്കി തീർക്കുന്നു. ആ ഗ്രാമീണർ സന്തോഷിക്കുന്നു. വന്ന ഗായകൻ എവിടെ നിന്ന് മറ്റെങ്ങോട്ട് പോകും? എവിടെ നിന്ന് വരുന്നത്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന്, എവിടേക്ക് പോകുന്നെന്ന് ആരും അറിയുന്നില്ല. ഒരു കാറ്റാണ് ബാബു ഗായകർ. അതാണ് നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ഉദാത്തമായ ജീവിതം. ഇന്ത്യയിൽ നിന്ന് ആദ്യം യൂറോപ്പിന്റെ പുറത്തു നിന്ന് ആദ്യം നൊബേൽ സമ്മാനം മേടിച്ച നോൺ യൂറോപ്യൻ ലൊറേറ്റ് രവീന്ദ്രനാഥ് ടാഗോർ is highly and deeply influenced by ബാബു മ്യൂസിക്. ബാബു സംഗീതമാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ ടാഗോർ ആക്കിയത്. സത്യത്തിൽ ടാഗോറിന്റെ ഗീതാഞ്ജലി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വായിച്ചപ്പോഴാണ്. ഗീതാഞ്ജലി വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു. മാജിക് ഓഫ് ബ്യൂട്ടി. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇത് മുഴുവനും ഈ പറഞ്ഞ അജ്ഞാത ഗായകരുടെ, അഡ്രസ് ഒന്നും കുറിച്ച് വെക്കാത്ത ആ ഗായകരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഡീപ്ലി ഇൻഡപ്റ്റ്. രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കലും അത് മോഷ്ടിച്ചു എന്ന് പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ടാഗോർ പറഞ്ഞു, എന്റെ റിലീജിയൻ എന്താണെന്ന്, എന്റെ മതം എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അതൊരു ബാബു ഗായകന്റെ മതമാണെന്ന് ഞാൻ പറയുന്നു. കാരണം എന്റെ മതം, എന്റെ അടയാളപ്പെടുത്തൽ, എന്റെ ഐഡന്റിറ്റി അതൊരു ബാബു ഗായകന്റേതാണ്. ബാബു ഗായകൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, ഒന്നും സമ്പാദിക്കാതെയും ഒന്നും പിടിച്ചു വെക്കാതെയും ആരെയും നോവിക്കാതെയും ഈ പ്രപഞ്ചത്തോട് ചേർന്ന് ഈ പ്രകൃതിയെ സ്നേഹിച്ച്, മനുഷ്യനെ സ്നേഹിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, അത് ഏകാത്മതയുടെ മ്യൂസിക്കാണ്. ഏകതാര എന്ന് പറഞ്ഞാൽ വൺ സ്ട്രിങ്. അതുകൊണ്ടാണ് ഇവർ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റിൽ ഒരുപാട് സ്ട്രിങ് ഒന്നുമില്ല, ഒറ്റ സ്ട്രിങ്ങേ ഉള്ളൂ. അതൊരു മനുഷ്യന്റെ പ്രതീകമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ തന്നെ. അത് നമ്മുടെ ഗായിക ശാന്തിപ്രിയ കൂടി ഉണ്ട്. ഈ സെഷന് ശേഷം ഇന്ററാക്ഷൻ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അതൊരു മനുഷ്യന്റെ, എന്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യനെയാണ്
ആ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് കാണിക്കുന്നത്. അതിനകത്തുള്ള നാദം എന്ന് പറഞ്ഞാൽ അതാണ് ഈ മ്യൂസിക് ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ഈ മ്യൂസിക്കുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടുകയാണ്. ഇത് പൗരസ്ത്യ ക്രിസ്ത്യൻ ദൈവശാസ്ത്രവുമായിട്ട് നമ്മുടെ കാഴ്ചപ്പാടുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ഈ ബാബുൾ മ്യൂസിക്. നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഗ്ലോറിയസ് ഗോസ്പലിൽ പ്രസംഗിക്കുന്ന എല്ലാം തന്നെ പാടുന്ന ഒന്നാണ് ഈ ബാബുൾ മ്യൂസിക്. സോ യു ക്യാൻ എൻജോയ്. ഞാൻ അധികം പറയുന്നില്ല. അത് മാത്രമല്ല, ഇന്ന് പാടാൻ വന്നിരിക്കുന്ന ഈ ശാന്തപ്രിയ ആ പ്രിയ ഗായികയെ ഞാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് ഗായികയുടെ പിതാവ് KJ ബേബി, അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ മുഖ്യധാരയിലല്ല, സമാന്തര വിദ്യാഭ്യാസ രംഗത്തും കലാമേഖലയിലും ഒരുപിടി ആളുകളുടെ ഹൃദയത്തിൽ ചൂടടയാളം പകർത്തി കടന്നുപോയ ആ ബഹുമാന്യ പിതാവിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പുത്രിയാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ തികഞ്ഞ ആദരവോടെ ഈ പ്രിയ ഗായികയെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ട്രൂ സ്പിരിച്വാലിറ്റി ലൈസ് ഇൻ സിമ്പിൾ ലിവിംഗ്, കമ്പാഷൻ ആൻഡ് ഡിവോഷൻ. ലളിത ജീവിതത്തിലും ദയ കാണിക്കുന്നതിലും ഭക്തി കാണിക്കുന്നതിലുമാണ്. മ്യൂസിക്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. സിമ്പിൾ ലിവിംഗ്, ഹ്യൂമിലിറ്റി ആൻഡ് ഡിവോഷൻ. യു ക്യാൻ എക്സ്പീരിയൻസ് എവറിത്തിങ്. ഈ ഡിവോഷന് പകരം ഫെയ്ത്ത്, ഡിവോഷനെ റിപ്ലേസ് ചെയ്ത് ഫെയ്ത്ത് വന്നു എന്നുള്ളതാണ് പാശ്ചാത്യ ക്രിസ്ത്യാനിത്വം കൊണ്ടുവന്ന പരാജയം. ഫെയ്ത്ത് ഡിവൈഡ്സ്. ഫെയ്ത്ത് ഓൾവേസ് ഡിവൈഡ്സ് പീപ്പിൾ. ഡിവൈഡ്സ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ്. അതിനുശേഷം ഫൈറ്റ് ആണ്. പക്ഷെ അത് മാറിയിട്ട് ഏകാത്മതയുടെ സംഗീതം നമുക്ക് 1 മണിക്കൂർ ശ്രമിക്കാം. യൂണിവേഴ്സുമായിട്ട് ഒന്നാകുവാൻ, പ്രകൃതിയുമായിട്ട് ഒന്നാകുവാൻ, ദൈവവുമായിട്ട് ഒന്നാകുവാൻ, മനുഷ്യ കുലവുമായിട്ട് ഒന്നാകുവാൻ, ആ യൂണിറ്റിയുടെ ഒരു 1 hour, ഏകാത്മതയുടെ 1 മണിക്കൂറിലേക്ക് നമ്മെ നയിക്കുവാൻ പ്രിയ ഗായിക ശാന്തപ്രിയയെ ക്ഷണിക്കുന്നു. വെൽക്കം ക്രിസ്ത്യാൻ. Supporting all this. Om Tat Sat. Sri Narayana Purushottama Guru Tu Siddha Buddha Tu Skandha Vinayaka Savita Pavagatu Brahma Sahadaya Hava Shakti Tu Yeshu Pita Prabhu Tu Rudra Vishnu Tu Rama Krishna Tu Rahim Tavo Tu Vasudeva Tu Vishwarupa Tu Chidananda Hari Tu Advitiya Tu Akala Nirbhaya Atmalinga Shiva Tu Savita Pavagatu Rahim Tavo Tu. Om Tat Sat. എല്ലാവർക്കും ഈ പാട്ട് സദസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത്ര ഹൃദ്യമായിട്ട് ബാവുളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വേദി എനിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യം അതിൽ ഞാൻ വളരെ ഹൃദയം നല്ല സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒരു ഗുരുവിന്റെ വാക്കിന്റെ പേരിൽ കൂടിയിരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഒരു വേദിയാണിത്. അപ്പൊ അവിടെ ഈ പാട്ടുകളുമായി വരാനും പാടാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ബാവുൾ ഗായകര്
ഈ പാട്ട് ചുമന്നുകൊണ്ട് വരുന്നു, ഏക്താരയുമായി ഈ പാട്ടുകളുമായി എവിടുന്നോ വരുന്നു, കടന്നു പോകുന്നു. സാധാരണ ദിവസം മുഴുവൻ വയലുകളിൽ പണിയെടുത്തും അല്ലെങ്കിൽ തന്റെ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരു കാറ്റ് പോലെ ആ ഗുരുവിന്റെ വചനം തന്നെയാണ് നമ്മൾ ഏക്താരയായിട്ട് കൊണ്ട് നടക്കുന്നത്. നമ്മൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നുള്ളത്. അതിലേക്ക് കണ്ണുയർത്താൻ, അതിലേക്കുള്ള സാധ്യതയെ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ആണ് ഈ പാട്ടുകളൊക്കെ ഉള്ളത്. അത് ഞാൻ വളർന്നത് ബാവുളിന്റെ കീഴിലാണ്. 10-13 വർഷം ബാവുൾ പാട്ടുകൾ പാർവതി ബാവുളിന്റെ അടുത്ത് പഠിക്കുകയും ആ ഭൂമികയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം ഞാൻ വളരെ വിശാലമായ വിസ്ഡം പോയട്രിന്റെ ഒരു ലോകം കാണുകയുണ്ടായി. കബീറിന്റെ പാട്ടുകൾ, അഭംഗ് പാടി വരുന്ന മറാഠിയിലുള്ള പാട്ടുകൾ, അങ്ങനെ ലോകം മുഴുവൻ ഗുരുക്കന്മാരുടെ പാട്ടുകൾ ഇങ്ങനെ ഗുരുക്കന്മാരുടെ വാക്ക് പാട്ടുകളായി ഇങ്ങനെ കൈമാറി വരുന്നുണ്ട്. അത് എഴുതപ്പെട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ ശ്വാസത്തിൽ നിന്ന് ശ്വാസത്തിലേക്ക് ഇങ്ങനെ പാടി പാടി വരുന്ന രീതിയുണ്ട്. അതിൽ കുറച്ച് പാട്ടുകളാണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മതിലിൽ കണ്ടു, അവിടെ ദൈവവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിരുന്നു, ഈ ഭൂമിയും ഈ ആകാശവും നശിച്ചു പോകും, പക്ഷെ എന്റെ വാക്കുകൾ നശിക്കുന്നില്ല. അപ്പൊ അതാണ് കബീറിന്റെ ഒരു സാഖി. സാഖിയിൽ 2 വരി കവിതകളാണ്. അതിൽ പറയണു, हम वासिवा देश के जहाँ गगन धरण दोइनाए. നമ്മൾ മറ്റൊരു ലോകത്തു നിന്നുള്ള ആൾക്കാരാണ്, മറ്റൊരു ദേശത്തിന്റെ ആൾക്കാരാണ്. അവിടെ ഭൂമിയും ആകാശവും ഇല്ല. ശബ്ദ മിലാവാ ഹോ രഹാ ദേഹ മിലാവാനായേ. ഇവിടെയുള്ള ക്ഷണം ദേഹങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലല്ല, നമ്മൾ വാക്കാലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മൾ ശബ്ദത്തിലാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. ബാവുൾ പാട്ടുകളില് ലാലോൻ ഫക്കീറിന്റെ പേരാണ് നിറയെ ഉള്ളത്. ലാലോൻ ഷായി തന്നിട്ടുള്ള പാട്ടുകൾ അനവധിയാണ്. അതിലൊരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം. അതൊരു പ്രാർത്ഥനയാണ്. പാരേലോയ ജാവമായി ടേക്ക് മീ അക്രോസ് എന്നാണ് ഈ പാട്ട്. ഇപ്പം സന്ധ്യ ആയിരിക്കുന്നു, എനിക്കിനി സമയമൊന്നുമില്ല. അപ്പൊ എന്നെ നീ അക്കരയ്ക്ക് കൊണ്ടുപോകണം. ഞാനിവിടെ കാത്തിരിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് ധ്യാനിക്കാൻ അറിഞ്ഞൂടാ. മാത്രമല്ല ഞാൻ തെറ്റായ വഴികളിലൂടെ ഒക്കെ നടന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഒന്നും കേട്ടിട്ടുണ്ട്, നിന്റെ പേര് വിളിച്ചാൽ നീ വഴി കാണിച്ചു തരുന്നു. അപ്പൊ നിന്റെ പേരെന്താണ്? നിന്റെ പേര് എന്ന് പറയുന്നത് അനന്തരയുടെ ദേവൻ എന്നാണ് നിന്റെ പേര്. അപ്പം എന്നെ നിന്റെ പേരിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ, ആ അക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. আমার সাধন ভজন
Adutirna dilagati oi zamero rohi bekutis Fakilla opala que boli pessoa que boli ഈ അക്കരെ ഏതാന്നുള്ളത് ഓരോരുത്തരുടെയും അന്വേഷണം പോലെ ആണ്. നമ്മൾ ഓരോ അവസരത്തിലും നമ്മൾ തേടുന്ന അക്കരെ എന്താണെന്നുള്ളത്. ഈ ഞാനെന്നുള്ള നമ്മുടെ പരിമിതമായിട്ടുള്ള സങ്കല്പത്തിൽ നിന്ന് ആ വലിയ എന്നിലേക്ക്, ആ വിശാലമായ അനന്തമായിട്ടുള്ള ആ അതിർത്തികളില്ലാത്ത എന്നിലേക്ക് എന്നെ കൂട്ടണമേ ദൈവമേ. ബാക്കി ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെടുത്ത് നോക്കിയാലും എല്ലാം കഴിഞ്ഞു പോകുന്നതാണ്, വരുന്നു പോകുന്നു, കടന്നു പോകുന്നതാണ്. സന്തോഷം വരുന്നു, സന്തോഷം പോകുന്നു, സ്നേഹം വരുന്നു, സ്നേഹം പോകുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, അങ്ങനെ എല്ലാം തുടർച്ചയില്ലാത്തതായി പോകുന്നു. അപ്പം ആ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത്, നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലുള്ള ആ സ്വർണ്ണനൂലുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പാട്ടില് ലാലൻ ഷായ് തന്നെ പറയാണ്, ഈ അടുത്ത പാട്ടില് പ്രേം അധാരെ ജേഷാധാരെ താർ മൊരണേർ ഭോയ് കി ആസെ. എന്നുവെച്ചാ പ്രേമത്തിന്റെ വഴിയേല് നടക്കുന്നവന് മരണത്തെ പിന്നെ പേടിയുണ്ടാവും. അതുകൊണ്ട് ജീവിതത്തില് നിഷ്ഠയോടെ പ്രേമിക്ക്, മുഴുവനായിട്ട് പ്രേമിക്ക് എന്ന് പറയുന്നു ലാലൻ ഷായ്. ഇത് ഈ പറയുന്ന ഈ ദേശം അല്ലെങ്കിൽ ഈ അവസ്ഥ അത് മറ്റെവിടെയോ ആണെന്ന്, അല്ലെങ്കിൽ ആ സ്വർഗം അത് മറ്റെവിടെയോ ആണെന്ന് നമ്മളൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോവാണ്. ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊന്നോ ആണെന്ന്. പക്ഷെ ലാലൻ പറയുന്നു അത് ഇവിടെ തന്നെ, ഈ ശ്വാസത്തിന്റെ ശ്വാസമായിട്ട് തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്നു. ലാലൻ പറയുന്നു ആ ധാരയിൽ തന്നെ രാധ മറഞ്ഞിരിക്കുന്നു. ആ പ്രേം പഥാൻ ജേഷാധാരെ प्रेम पधारे जेषाधारे तर मोरोनेर भई क्रियासे प्रेम पधारे जेषाधारे कृष्ण मोरे प्रेम करिए निष्ठा मोरे आत्मोने मुझे आसे से प्रेम पधारे जेषाधारे प्रेम पधारे जेषाधारे शुद्ध प्रेम रोशनी के मर्म জানে না ভেদ বিধির কর্ম রসরাজ রসিকের মর্ম রসরাজ রসিকের
दिशा थारे प्रेम कथा শব্দ স্পর্শ রস গন্ধ এই পঞ্চে হয় নিত্যানন্দ জানন্দরে সদানন্দ জানন্দরে সদানন্দ নিরানন্দে ধরে প্রেম কথা যেসা থারে প্রেম পাথারে যেসা থারে পাগল নয় সে পাগলের পারা দুই নয়নে বহে ধারা লালন কয় সুরাধুনীর খেলা লালন কয় সুরাধুনীর খেলা ধারাই রাধা ধারাই রাধা বিষয়া শেষে প্রেম পাথারে প্রেম পাথারে যেসা ধারে নিষ্কামনে প্রেম করিয়ে নিষ্কামনে প্রেম করিয়ে আকমনে বসে আছে সে প্রেম পাথারে যেসা ধারে ഈ പാട്ടുകൾ അങ്ങ് 6-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഒക്കെ ഒഴുകിയാണ് ഇന്ന് നമ്മൾ ഇവിടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പം ഈ പാട്ടുകൾ അധികവും കൊണ്ടു നടന്നിട്ടുള്ളത് വളരെ സാധാരണമായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും സാധാരണ ആൾക്കാർ തന്നെ, അസാധാരണമായിട്ട് ആരുമില്ല. എന്നാലും എന്താ പറയാ, വയലുകളിൽ പണിയെടുക്കുകയും അന്നത്തെ അപ്പത്തിന് വേണ്ടി ശരിക്കും അധ്വാനിച്ച് വേർക്കേണ്ടി വരുന്ന ആൾക്കാർ തന്നെയാണ് വൈകുന്നേരങ്ങളിൽ കൂടിയിരുന്നിട്ട് ഈ പാട്ടുകളെ കാത്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളിത് പാടുമ്പോഴും ഒക്കെ ആ എത്രയോ തലമുറകളായിട്ട് അതിങ്ങനെ കെടാതെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഗുരുക്കന്മാര് കത്തിക്കുന്ന ഒരു ധുനിയുണ്ട്. ധുനി എന്ന് പറഞ്ഞാൽ തീ, അത് കെടാതെ കാക്കും. ഇന്ന് വരേക്കും ഇങ്ങനെ ആ തീ ഇങ്ങനെ അണയാതെ വെക്കും, അതിന്റെ ചൂട്. അതുപോലെ ആ ശ്വാസത്തിൽ ആ തീ ഇങ്ങനെ ഗുരുക്കന്മാരുടെ വാക്കാവുന്ന ഈ തീ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടാണ് ഈ പാട്ടുകൾ ഇവിടെ ഉള്ളത്. ഒരു ജീവനുള്ള പാട്ടായിട്ട് ഇവിടെ ഉള്ളത്. അപ്പൊ ആ പരമ്പരയോട് മുഴുവൻ നന്ദിയും സ്നേഹവും പറയുകയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് കൂടെ ഞാൻ. ഈ ഒരു ബൗൾ പാട്ടില് ഇത് ഭവാ പകല എന്ന് പറഞ്ഞൊരു ഗുരുവിന്റെ കൃതിയാണ്. പകല എന്ന് പറഞ്ഞാൽ വട്ടുള്ള ആള്, മാഡ് എന്നുള്ള വാക്കാണ്. ബൗൾ എന്നുള്ള വാക്കിലും ആ ഭ്രാന്തമായതിനെ സൂചിപ്പിക്കുന്നു. അതില്ലാതെ നമുക്ക് ഈ ഇടവിധാനത്തേക്ക് പ്രവേശനമില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ ഈ ലോകത്തിന്റെ ഭിത്തികളെ ഭേദിച്ചു പോണെങ്കിൽ നമുക്ക് ഇത്തിരി പട്ട് കൂടിയേ പറ്റുള്ളൂ. കാരണം അത് കറുപ്പല്ല, അത് വെള്ളയല്ല, അത് രാത്രിയല്ല, പകലല്ല, അത് വൃത്തമല്ല, അത് സന്തോഷമല്ല. നമുക്ക് അതിന്റെ ഹാരി പോട്ടറിൽ ആ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ആദ്യമായിട്ട് മാജിക് സ്കൂളിലേക്ക് പോകുമ്പം ആ ഭിത്തിയുടെ ഉള്ളിൽ കൂടെ ഓടിപ്പോയി ആ ഭിത്തിയിലേക്ക് ഓടിക്കയറണം. അപ്പോഴാണ് ആ മാജിക് സ്കൂളിലേക്ക് ആ എൻട്രി കിട്ടുന്നത്. അതുപോലെയുള്ളൊരു ഭ്രാന്ത് ഇതിനോട് ചേർക്കാതെ നമുക്ക് അങ്ങോട്ട് വഴിയില്ല. അപ്പൊ ഭവ പകല, ഭവ എന്നാണ് പേര്. അദ്ദേഹം തന്നെ പേരിന്റെ കൂടെ പകല എന്ന് സ്വയം വിളിക്കുന്നു. അപ്പൊ ഭവ പകലിന് ഈ പാട്ടില് പറയാണ്, നദിയിൽ നിറയെ ഓളങ്ങളാണ്, പക്ഷെ ആരും അത് അറിയുന്നില്ല എന്ന് തോന്നുന്നു. എന്തിനാ സുഹൃത്തെ ഇങ്ങനെ കഷ്ടപ്പെട്ട് തുഴയുന്നത്? ഒന്നാമത് നിങ്ങൾക്ക് തുഴയാൻ അറിയില്ല. അപ്പൊ പിന്നെ ഹൃദയത്തിന്റെ തോണിക്കാരോട് പറഞ്ഞാ പോരെ, എനിക്ക് അക്കരയ്ക്ക് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞാ പോരെ. ഭവ പറയാണ്, ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, മല്ലിട്ട് തുഴയുമായിരുന്നു. അപ്പൊ ആ തോണി പൊട്ടി ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പാതകൾ രണ്ടും കെട്ടിപ്പിടിച്ചിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് കരഞ്ഞത്.
নদী ভরা ঢেউ বুঝো না তো কেউ কেন তুই নিজে বাবা রে নদী ভরা ঢেউ ভরসা করি হে বাবা কান্ডারি ভরসা করি হে বাবা কান্ডারি হাসতি চেষ্টা তারে দাও 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 রে নদী ভরা ঢেউ নদী ভরা ঢেউ বাইতে জানো না কেন ধরা যেতে হবে যেতে হবে ও বেলার বেলা পারে ছাও 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 রে নদী ভরা ঢেউ নদী ভরা ঢেউ নদী ভরা ঢেউ নিজে বাইতে ছিল পাগলা ভোমা নিজে বাইতে ছিল পাগলা ভোমা আমায় बचाओ बचाओ रे ओ रे कन्नारी আমায় बचाओ बचाओ रे নদী ভরা ঢেউ ভরসা করে ভরসা কান্ডারি হার পিছে আধারে দাও 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 রে নদী ভরা ঢেউ নদী ভরা ঢেউ ഈ പാട്ടിലും എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളാണ് ജീവിക്കുന്നത്, നമ്മളാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പം നാരായണഗുരു തന്റെ പിണ്ടതമി എന്ന കൃതിയിൽ പറയുന്നത് പോലെ നമ്മളായിരുന്നോ ആ ഗർഭത്തിലായിരുന്ന സമയത്ത് കാല് വെച്ച് ആരായിരുന്നു നമ്മളെ തെറ്റിപ്പോറ്റിയത്, ആരായിരുന്നു നമ്മളെ വളർത്തിയത്, ആരായിരുന്നു നമ്മളെ രൂപപ്പെടുത്തിയത്? അവൻ തന്നെ നമ്മളെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു, നമ്മളെ ഊട്ടുന്നു, നമ്മളെ വളർത്തുന്നു. പക്ഷെ നമ്മളത് അറിയുന്നേ ഇല്ല. എവിടെയോ വെച്ച് നമ്മൾ വിചാരിച്ചു പോവാണ് നമ്മളാണ് 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 ഞാനാണെന്ന് വിചാരിക്കും. ഈ ബാവുൾ പാട്ടുകൾ പോലെ തന്നെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കബീർ എന്നൊരു നെയ്ത്തുകാരന്റെ പാട്ടുകൾ അദ്ദേഹം പാട്ട് നെയ്തു എന്ന് തന്നെ പറയാം. വെളിച്ചവും നാദവും ചേർത്ത് പാട്ട് തന്നെ തെറിയിൽ നെയ്തിട്ടുണ്ടാവണം. ആ പാട്ടുകൾ ഇതുപോലെ പാടി 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 ഇന്നും പാടി വരുന്നു. അപ്പൊ ഈ ഒരു പാട്ടില് അദ്ദേഹം പറയുന്നത് ഇതെന്തൊരു അത്ഭുതമാണെന്ന് അറിയില്ല, ഞാൻ എവിടെ നോക്കിയാലും നിന്നെ മാത്രം കാണുക. ചെടിയിലും പുല്ലിലും പൂവിലും കൊമ്പിലും എല്ലായിടത്തും പെട്ടെന്ന് നീ മാത്രം കാണുന്നു.
കളവ് ചെയ്ത് ഓടുന്നതും നീ, പിടിക്കാൻ പുറകെ ഓടുന്നതും നീ തന്നെ. ഭിക്ഷയ്ക്ക് കാത്തു നിൽക്കുന്നതും നീ, ദാനം കൊടുക്കുന്നതും നീ തന്നെ. ഒരു ഉണ്ണിയായിട്ട് കരയുന്നതും നീ, ഓടി വന്ന് കരച്ചിൽ മാറ്റുന്നതും നീ തന്നെ. എങ്ങനെയാണ് ലോകം ഇങ്ങനെ സ്ത്രീ പുരുഷനൊക്കെ വേർതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണേയില്ല. എല്ലായിടത്തും ജലത്തിലും തലത്തിലും എല്ലായിടത്തും നീയാണല്ലോ വിരാജിക്കുന്നത്. അതിൽ തന്നെ കവിത പറയുന്നു, ആനയോളം നീ, ഉറുമ്പോളം നീ, ആനപ്പാപ്പാനായി മേലെ ഇരിക്കണതും നീ തന്നെ. തൂക്കാത്തു നീ മാത്രം എന്നാണ് ഈ പാട്ട്. ഇതിനു മുമ്പ് പറയുന്ന ഒരു സാഖിയില് കവിത പറയാണ്, സാഹേബ് തമാരി സാഹബി സബകട്ട് ഹാസമായി. ദൈവമേ നിന്റെ ദൈവത്വം എല്ലാരിലും ഒരുപോലെ വിളങ്ങുന്നു. എങ്ങനെയാണോ മൈലാഞ്ചിയിലും ചുമപ്പ് മറഞ്ഞിരിക്കുന്നത് അതുപോലെ നീ എല്ലാത്തിലും ഉണ്ട്. സാഹിബ് തമാരി സാഹബി സബകട്ട് ഹാസമായി. जो बात में लाली रखी नहीं जाए. പിന്നെ കവിത പറയാണ്, എങ്ങനെയാണോ എള്ളിയിൽ എണ്ണ മറഞ്ഞിരിക്കുന്നത്, വിറകിൽ തീ മറഞ്ഞിരിക്കുന്നത്, നിന്റെ സായി നിന്നില് മറഞ്ഞിരിക്കുന്നു, ഉണരാനാവുകയെങ്കിലുണ്ട്. जो दिल मांगी तेल है, जो चकमक में आग, तेरा साई तुझ में है, जाग सके तो जाग. തൂക്കാത്തു പാട്ടിന്റെ എല്ലാ സ്റ്റാൻസിന്റെ അവസാനം തൂക്കാത്തു എന്ന് വരും. അത് നിങ്ങളും കൂടണം. തൂക്കാത്തു നീ മാത്രം. कर ले तू डाली फूल जगत के माही जाने कुआ तूकातु बाबे इनका अच्छी कर ले तू डाली फूल जगत के माही जाने कुआ. चिट्ठी में है छोटो तू हुए महावत ऊपर बैठे आंगन वाला. बदमाशों में भिड़ो तू, चोरी करके तू बगदावे पकड़ने वाला. नाना बंसा भिखारी में भिड़ो तू, मांगो होकर मांगने लागे देने वाला. दुनिया में जिसे क्यों बालक होकर रोवन लागे राखने वाला. जला जीवन जाने कुआ तू करे कबीर सुनो पैसा दो गुरु मिला है जगना क्यों. इतना है अच्छी करनी कर ले तू डाली पूरे जगत के माही जाने कुआ जाने कुआ जाने कुआ. കവിതന്റെ തന്നെ ഒരു പാട്ടാണ് ഇത്. മായന് വെച്ച് മായ വേറെ എവിടെയോ ഉള്ള ഒരു ദൂരത്തായിട്ടുള്ളൊന്നായിട്ടല്ല മായയും. അതേപോലെ നമ്മുടെ ഏറ്റവും അരികില് വിളയാടുന്നവളായിട്ട്, നമ്മുടെ കണ്ണു പൊത്തുന്നവളായിട്ട്, നമുക്ക് നേരായതിന് എപ്പോഴും മറ്റൊന്ന് കാണിച്ചു തരുന്ന ഒരു കൊള്ളക്കാരിയായിട്ടാണ് ഇതിനകത്ത് മധുരമായിട്ടുള്ള വാക്ക് പറഞ്ഞ് നമ്മളെ വഴി തെറ്റിക്കുന്നവളായിട്ട് മായയെ പറയുന്നു. കേശവന്റെ അടുത്ത് കമലയായിട്ട് മായ, ഒരു പൂജാരിന്റെ അടുത്ത് ആ മൂർത്തിയായിട്ട് തന്നെ മായ. അതായിരിക്കും ആനെ കണ്ണു കെട്ടുന്നത്. തീർത്ഥത്തിൽ പോകുന്നവന്റെ അടുത്ത് ഈ വെള്ളം തന്നെയായിട്ട് മായ. അത്ര അടുത്ത് ഭക്തന്റെ അടുത്ത് ഞാൻ ഭക്തനാണെന്ന് വിചാരിക്കുന്നവളായിട്ട് മായ. അപ്പൊ കബീർ പറയാണ്, ഇത് അത്രയ്ക്ക് പറയാൻ പറ്റാത്ത കഥയാണെന്ന്.
ये सब अथक कहानी അത്രയ്ക്ക് പറയാൻ പറ്റാൻ ഗുരുക്കന്മാരുടെ കാരുണ്യം ഓർത്തു നോക്കണം. അതുപോലും അവർ പറയാൻ ശ്രമിച്ചു അത്രയും കാരുണ്യത്തോടെ. ആ പറയാൻ പറ്റാത്തതിനെ പോലും പറഞ്ഞു വെച്ചിരിക്കുന്നു. മായാ 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 ठगेली हम जानी ठगेली हम जानी तेरा घोड़ा पास तेरा घोड़ा पास लिया कर जोले बोली मधुरी वाणी वाणी माया 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 कैसा कमला शिव भला बंदा मूरत तीरथ से भाई पानी पानी माया माया योगिन योगिन ब्रह्मा 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 थोड़ी कहानी कहानी माया 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 ठगनी हम जान ठगनी हम जान ठगनी हम जान राजा के घर रानी कहे कबीरा सुनाई साधा ये सब करके कहानी कहानी ये सब करके कहानी कहानी माया माया ठगनी हम जानी ठगनी हम जानी ठगनी हम जानी तेरा घोड़ा बासा तेरा घोड़ा बासा लिया कर डोले बोली बोली मधुरी वाणी वाणी माया
മായ. അപ്പം KJ ബേബി സർ പറഞ്ഞ പോലെ KJ ബേബി എൻ്റെ അച്ഛനാണ്. അപ്പൊ അദ്ദേഹം എഴുതിയ കുറച്ച് ബൈബിളിൽ നിന്നുള്ള കഥകൾ കൊണ്ട് എഴുതിയ കുറച്ച് പാട്ടുകളുണ്ട്. അതിൽ നിന്നൊരു പാട്ട്. മണ്ണിന്റെ പുത്ര മണ്ണാകും പുത്ര കള്ളനെ പോലൊരാൾ കൂട്ടിനുണ്ട് എവിടെയും കൂട്ടിനുണ്ട്. മണ്ണിന്റെ പുത്ര മണ്ണാകും പുത്ര അറകളെത്ര നിറച്ചാലും അളവുകളെത്ര കൽവന പോലൊരാൾ കൂട്ടിനുണ്ട് എങ്ങും എവിടെയും കൂട്ടിനുണ്ട്. കൽവന പോലൊരാൾ കൂട്ടിനുണ്ട് എങ്ങും എവിടെയും കൂട്ടിനുണ്ട്. മണ്ണിന്റെ പുത്ര മണ്ണാകും പുത്ര മണ്ണിന്റെ പുത്ര മണ്ണാകും പുത്ര. പച്ചില മഴുത്തില താഴെ പച്ചില മഴുത്തില കള്ളന പോലൊരാൾ കൂട്ടിനുണ്ട് എങ്ങും എവിടെയും കൂട്ടിനുണ്ട്. കള്ളന പോലൊരാൾ കൂട്ടിനുണ്ട് എങ്ങും എവിടെയും കൂട്ടിനുണ്ട്. മണ്ണിന്റെ പുത്ര മണ്ണാകും പുത്ര മണ്ണിന്റെ പുത്ര മണ്ണാകും പുത്ര. മുഴുവൻ എല്ലായിടത്തും ഉണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടി വരുന്ന രീതി. അപ്പൊ അതില് കർണാടകത്തിൽ നിന്നുള്ള ബസവണ്ണന്റെ ഒരു പാട്ട് പാടാണ്. അപ്പൊ ബസവണ്ണൻ പറയണത് കല്ലുകൊണ്ടുള്ള പാമ്പിനെ കാണുമ്പോൾ നമ്മൾ പാല് കൊടുക്കും, പക്ഷെ ശരിക്കുള്ള പാമ്പിനെ കാണുമ്പോൾ നമ്മൾ തല്ലിക്കൊല്ലുന്നു. ആരെങ്കിലും ഭിക്ഷയ്ക്കായിട്ട് വരുമ്പോൾ നമ്മൾ പോന്ന് പറഞ്ഞു വിടുന്നു, പക്ഷെ ഉണ്ണാത്ത മൂർത്തിക്ക് മുമ്പിൽ നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ആ ഒരു അന്ധതയിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കി മൂർത്തി ഉണ്ടാക്കി ദൈവത്തെ നമ്മളിൽ നിന്ന് അകലത്തേക്ക് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കൈകളിലേക്കൊക്കെ കൊടുത്ത് മാറ്റി വിട്ടപ്പം ഈ ഗുരുക്കന്മാരൊക്കെ പറയുന്ന വാക്ക് തിരിച്ച് ഈ ശരീരത്തിൽ തന്നെയാണ്, ഈ ഓരോരുത്തരും ഘട്ട് സാഹിബ് കബീർ പറയണത്, ഓരോ ശരീരത്തിലാണ് സാഹിബ് രമിക്കുന്നത്. ബസവണ്ണൻ പറയുന്നത് ഈ കാലുകളാണ് അമ്പലത്തിന്റെ തൂണ്, ഈ തല അതിന്റെ മകുടം, ഈ ഹൃദയാണ് ഗർഭഗൃഹം എന്ന് ബസവണ്ണൻ പറയുന്നു പല പാട്ടിലും. ഈ പാട്ട് പാടാം. കല്ല് നാഗരക്കണ്ടെ കല്ലുനാദര കണ്ടരെ ഹാലാനെരയമ്പരു വിടരനാദര കണ്ടരെ കൊല്ലംബരിയാ. ഒരു മിനിറ്റ് സിദ്ധാർത്ഥ കല്ലുനാദര കണ്ടരെ ഹാലാനെരയമ്പരു വിടരനാദര കണ്ടരെ കൊല്ലംബരിയാ.
ನಮ್ಮ ಕೂಡಲ ಸಂಗನ ಶರಣ ಕಂಡು ನಮ್ಮ ಕೂಡಲ ಸಂಗನ ಶರಣ ಕಂಡು ಉದಾಸೀನ ಮಾಡಿದರೆ ಸಲ್ಲುತ್ತ ಗಿಡಮಿತ್ತ ಪರೆಯ ನಾಗರ ಕಂಡರೆ ಆರಾಧನೆ ಎಂಬರು ನಿರದ ನಾಗರ ಕಂಡರೆ ಸ್ವಲ್ಪರೆಯ ಕರುಣಾಗರ ಕಂಡರೆ നമ്മുടെ ചരിത്രത്തിലുടനീളം നോക്കുകയാണെങ്കിൽ എത്രയോ രാജാക്കന്മാരെ വെട്ടിപ്പിടിക്കുന്ന ചരിത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് വെളിച്ചം തരാൻ നമുക്ക് ആ മുഴുവൻ ഒരു ചരിത്ര വഴികൾ നോക്കുവാണെങ്കിൽ വെളിച്ചമായിട്ടുള്ളത് ആ ഇടങ്ങൾ തന്നെയാണ്. ഗുരുക്കന്മാർ നടന്നിട്ടുള്ള വഴികൾ, യേശു നടന്ന വഴി, മുഹമ്മദ് നബി നടന്ന വഴി, കബീർ നടന്ന വഴി, ലാലൻഷായി നടന്ന വഴി, ആ വാക്കുകൾ തന്നെയാണ് നമുക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് വെളിച്ചത്തിലേക്ക് നോക്കണമെന്നുള്ളത്. അപ്പം നമ്മൾ വളരെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമ്മൾ വിചാരിക്കും. നമുക്ക് പല ഉപകരണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ശരിക്കും എന്താ നമുക്ക് മാറ്റം സംഭവിച്ചതെന്ന് നോക്കിയാല് അധികം ഒന്നും മാറ്റം വന്നിട്ടില്ല നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മള് അന്നത്തെ പോലെ തന്നെ പണ്ടെങ്ങനെയാണോ നമ്മൾ കാട്ടില് ആളുകള് തമ്മില് ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടിയത്, അതേപോലെ നമ്മള് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു. കുറെ കൂടി മോഡേൺ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, കുറെ കൂടി നമുക്ക് എന്താ പറയാ സാധ്യതകളൊക്കെ ഇതൊക്കെ വിവരങ്ങൾ എല്ലായിടത്തും എത്തിക്കുന്നു എന്നല്ലാതെ മനുഷ്യന്റെ മനസ്സിന് എവിടെയാ മാറ്റം വന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഇടങ്ങളിലേക്ക് മാത്രമേ നോക്കാനുള്ളൂ. മോഡേൺ എന്ന് പറയാൻ ഈ ഗുരുക്കന്മാരുടെ പാദങ്ങൾ തന്നെയുള്ളൂ. അപ്പൊ ഇത് ബോബ് ഡിലന്റെ ഒരു പാട്ടാണ്. ബോബ് ഡിലൻ How many roads must a man walk down before you call him a man? ഈ പാട്ട് അതേപോലെ ഈ യുദ്ധങ്ങളും ഒരേ അവസ്ഥയിൽ കിടക്കുന്ന ഈ മനുഷ്യ മനസ്സിനെ ചൂണ്ടുന്ന ഒരു പാട്ടാണ്. എത്ര തവണ നമുക്ക് ഈ കണ്ടില്ലാന്ന് വെക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നു. How many roads must a man walk down before you call him a man? How many seas must the white dove sail before she sleeps in the sand? How many times must the cannonballs fly before they're forever banned? The answer, my friend, is blowing in the wind. The answer is blowing in the wind. How many times must a man look up before he can see the sky? How many years must one man have before he can hear people cry? How many deaths will it take till he knows that too many people have died? The
is blowing in the wind. The answer is blowing in the wind. How many years can a mountain exist before it's washed to the sea? How many years must some people exist before they're allowed to be free? And how many times must a man turn his head, pretending he just doesn't see? The answer, my friend, is blowing in the wind. The answer is blowing in the wind. The answer is blowing in the wind. ലാൽഷാന്റെ ഒരു പാട്ടാണ്. ഇതില് ലാൽഷായി പറയാണ്, ചിലർ അവനെ അള്ളാന്ന് വിളിക്കുന്നു, ചിലര് ഖുദാന്ന് വിളിക്കുന്നു, ചിലര് ഗോഡ് എന്ന് വിളിക്കുന്നു, ഭഗവാൻ വിളിക്കുന്നു. പക്ഷെ എന്തായിരുന്നു ആ വാക്ക്? പൊതുവെ നമുക്ക് അന്യോന്യ കാര്യങ്ങൾ പറയാനുള്ളതാണ് ഭാഷ. അപ്പൊ ഒരു കാര്യം, ഒരു വാക്ക് പറയാൻ നമുക്കറിയാം അതെങ്ങനെ ഇരിക്കുന്നു, അതെങ്ങനെ രുചിക്കുന്നു, അതിന്റെ അനുഭവം എന്താ, നമുക്കതിന്റെ ഒരു ക്ലൂ ഉണ്ട്. പക്ഷെ എന്തായിരുന്നു ഈ വാക്ക്? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ വാക്ക് എന്താ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, രുചിച്ചിട്ടുണ്ടോ? ലാലൻഷായി പറയാണ്, ഈ നമ്മൾ പുറമേ ചെയ്യുന്നതെല്ലാം, പൂജയാവട്ടെ പ്രാർത്ഥനയാവട്ടെ, ഇതെല്ലാം നമുക്കിടയിൽ കൂടിയിരിക്കാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷെ അവനെ അറിയാൻ വേണ്ടി ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് പറ്റില്ല. എപ്പോഴാണോ ഞാൻ എന്നിൽ തന്നെ ലയിക്കുന്നത്, അപ്പനാർ അഗ്നി ഫാനാഹോമേ, ഞാൻ എന്നിൽ പൊടിഞ്ഞില്ലാതാവുന്നത്, അപ്പോഴാണ് ആ വാക്കിന്റെ രുചി അറിയാൻ പറ്റുന്നത്. अरबी भाषाएं बोले
നമ്മള് പലയിടങ്ങളിൽ നിന്നുള്ള വിസ്ഡം പോയട്രി എന്ന് പറയുന്ന ഈ പാട്ടുകൾ വൃദ്ധന്മാരുടെ വാക്കായിട്ടുള്ള പാട്ടുകൾ പാടി വന്നു. അപ്പം ഇവിടെ കോട്ടയത്ത് ഈ ദർശന ഹാളിലാണ് പരിപാടി നടക്കുന്നത്. ജയന്തിയമ്മനോട് ഇവിടെ എത്തിയിട്ടുണ്ട്. ജയന്തിയമ്മനോട് പറഞ്ഞു ഇവിടെ നിത്യഗുരു വന്ന് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു ഓഡിറ്റോറിയം കൂടിയാണ്. അതും കേൾക്കുമ്പം ഒരുപാട് സന്തോഷം. എല്ലാ ഒന്നായ മാനവർക്കൊറ്റ നീതി, ഈ മണ്ണ് നമ്മുടെ ആകെ ഭൂമി, ഒന്നായി പണിയെടുത്തുകൊള്ളണം നാം എല്ലാവർക്കും ഓമനകൾ എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ച് കേരളത്തിന്റെ മണ്ണിലൂടെ ഈ വളരെ ദൂരത്തുനിന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആ വേദാന്തത്തെയോ അദ്വൈതത്തെയോ ഒക്കെ ഏറ്റവും അടുത്തായിട്ട് ജീവനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒന്നായിട്ട് എല്ലാവർക്കും സാധ്യത, ആരെയും അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടില്ല. എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒന്നായിട്ട് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റിയിട്ടുണ്ട്. ആ നെലറിയില് നാരായണ ഗുരുവിന്റെ ദൈവദശകം ദൈവമേ നാവികന്നി ഭാവിക്ക് പുരാവിനത്തോടി ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാലും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാതണം അന്നവസ്ത്രാദി മുട്ടാരതന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയല്ലോ സൃഷ്ടി സൃഷ്ടാവായ സൃഷ്ടിജാലം നീയല്ലോ ദൈവമേ നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത് നീയല്ലോ മായാവി മായാവിനോ ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനം അകവും പുറവും തിങ്ങും മഹിമാനവിൻ പരവും പുകഴ്ത്തുന്നു ഞങ്ങളും ഭഗവാനെ ജയിക്കുക ജയിച്ചുക മഹാദേവ നിരാവനുപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിംഹോ ജയിക്കുക വാഴണം നിത്യം വാഴണം ആഴണം സുഖം
ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഈ ഒരു പാട്ട് കളിച്ച് അവസാനിപ്പിക്കണ്ടേ? ഇതിനകത്ത് മോണ്ടാരെ എനിക്കറിയാം. അത് പൂർണ്ണമായിട്ടും പാവപ്പാട്ടല്ല, അതിനകത്ത് ഹിന്ദി വാക്കുകൾ ചേർന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഈ പാട്ടിൽ പറയുന്നത് ഒന്നോ ചൊല്ലോ നീജോ നീക്കുന്നു. ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. ഇതിൽ പറയുന്നത് മനമേ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകാം. ഈ സംസാരം ഒരു വിദേശമാണ്. എന്തിനാണ് നീ ഒരു വിദേശീന്റെ വസ്ത്രത്തിൽ ഇതിൽ അറിയുന്നത്? ഈ വഴിയെ നീ പോകുമ്പോൾ നിനക്ക് വഴി അറിയില്ലെങ്കിൽ ഓരോ സാധുക്കളുടെ ഗ്രഹങ്ങളുണ്ട്, ഓരോ ഗുരുക്കന്മാരുടെ ഇടങ്ങളുണ്ട്. അവിടെ പോയി നിനക്ക് വഴി ചോദിക്കാൻ അവരും പറഞ്ഞു തരും. അതേപോലെ ഈ വഴിയിൽ നടക്കുമ്പോൾ നിനക്ക് പേടിയാവുകയാണെങ്കിൽ ഈ മുഴുവൻ ദേശത്തിന്റെ രാജാവിന്റെ പേരെടുത്താൽ മതി. പിന്നെ മരണം പോലും നിനക്ക് പേടിയുണ്ടാകും. সংসার বিদেশে বিদেশে শান্ত হলে পথে হইও বিশ্রাম, পথ ভ্রান্ত হলে সুধায় সে পন্থরে বাসি জরি রাখা জরি রাখা
Thank you, Santhia. It was a wonderful session. Then we start our evaluation together. ഇതൊക്കെ മോശമല്ലേ? നല്ലൊരു പ്രപ്പോസൽ. ലോകത്തിലെല്ലാം ബുദ്ധിജീവികളായവരുടെ കൈയടിക്കാൻ ഭയങ്കര എന്ത് ഭയങ്കര ഒരു മണിക്കൂർ ഒരു വർഷം പഠിപ്പിക്കുന്ന കാര്യമാണ് ഒറ്റ മണിക്കൂറുള്ളത്. നിങ്ങൾക്ക് പോയില്ലേ? എനിക്കങ്ങനെ പോയില്ല. ആ പാരകൾ എന്ന് പറഞ്ഞ ബാബുൽ എന്ന് പറയുന്ന അതൊരു ഭ്രാന്തമായ ഭ്രാന്തനെ പോലെ അറിയുന്ന അത് എടുത്തു പറഞ്ഞത് ഭ്രാന്തനായി കാണപ്പെടുക. അണ്ടർലൈൻ കാരണം ട്രൂ സ്പിരിച്വാലിറ്റി ഏരിയയിലാണല്ലോ അതിന്റെ അണ്ടർലൈൻ കാരണം നാരായണ സ്വാമിയുടെ ദൈവദശകം അതുപോലെ നമ്മൾ പിന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പാടിനെ കണ്ടാൽ ആളുകൾ നമ്മൾ പാമ്പിനെ ജയിക്കാൻ പഠിച്ചു, പാമ്പിനെ കണ്ടാലിക്കാൻ പഠിച്ചു. മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വളർച്ചയുടെ ഘട്ടം. ഞാൻ പോകുന്നു. വേറെ പോയിന്റ് പറയുന്നത് മായ. മായ എന്ന് പറഞ്ഞാൽ എന്തും മായയാണ്. ചിലപ്പോൾ മൂർത്തി മായയാണ്, നമ്മൾ ധരിക്കുന്ന വിഗ്രഹം മായയാണ്. അപ്പൊ അതുകൊണ്ടാണ് യേശു എന്ത് ചെയ്തത്? അപ്പം എടുത്തു വാഴ്ത്തി വിഭജിച്ചു. കാരണം ഈ അപ്പം എന്തായി മാറരുത്, മായയായി മാറരുത്. അതുകൊണ്ടാണ് ചില അപ്പത്തെ വെച്ച് പൂജിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് യേശു എപ്പോഴെല്ലാം അപ്പം എടുത്തു അപ്പം അത് മുറിച്ചത്. കാരണം ഇതൊരിക്കലും ഒരു ഹിംബ്രൻസ് ആകരുത്, നിന്റെ കാഴ്ചയ്ക്ക് ഒരു മറവാകരുത്, ആരാധന വസ്തു എന്തായി മാറരുത്, മായയായി മാറരുത്. എത്ര മനോഹരമായ ആശയം പറഞ്ഞത്. എന്തു മായയായി മാറാം? തീർത്ഥം മായയായി മാറും. അവ അനേക ആളുകൾക്ക് തീർത്ഥമായിരിക്കുന്നു, വിഗ്രഹമായിരിക്കുന്നു, മൂർത്തിമായിരിക്കുന്നു, പലതും മായയായിരിക്കുന്നു. അപ്പൊ മായകളിൽ നിന്നുള്ള മോചനം, അതാണ് പൗലോസ്ലിഹായുടെ പ്രാർത്ഥന. Deliver me from this wretchedness. ഈ ദുർബലതയിൽ തന്നെ മോചിപ്പിക്കൂ. Who will deliver me? Who will deliver me? Who will deliver me? That's the continuous question. ആരാണ് എന്നെ മോചിപ്പിക്കുന്നത്? എത്ര മനോഹരമായിട്ടാണ് മായ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. റോമാലേഖനം പറയുന്നത് നമ്മൾ മായയ്ക്ക് എത്തിയിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു, മായയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്നത്തെ പൗലോസ് പറയുന്നതാണ്, ഞങ്ങൾ ആരെയും ഇനി മുതൽ ജലപ്രകാരം അറിയുന്നില്ല. ജലപ്രകാരമുള്ള അറിവുകളുടെ ആ കാഴ്ചയെ മറയ്ക്കുന്ന ആ മറശീലകൾ കീറപ്പെടട്ടെ. അതാണ് തിരശീല കീറി. ദേശീയ ദേവാലയത്തിന്റെ തിരശീല ചെയ്തു, മുകളിൽ നിന്ന് താഴേക്ക് ചീന്തപ്പെട്ടുപോയി. അപ്പൊ യേശുവിനെ കുരിശിൽ കിടക്കുക. പൗലോസ് പറയണം, ആ ശരീരത്തിന് തിരശീല കീറിപ്പോയി. ഇനിയിപ്പം യേശുവേ നമ്മൾ ചെയ്യുന്നില്ല, ജലപ്രകാരം അറിയുന്നില്ല. ഏറ്റവും കൂടുതലായി ശ്രീരാമ പരമകൃഷ്ണന്റെ ഒരു വരി പറഞ്ഞു. ശ്രീരാമ പരമകൃഷ്ണന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ
ദേഹവിയോഗത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അവരെ അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഒരു ശിഷ്യനാണല്ലോ, ആരാണ്? ശ്രീരാമകൃഷ്ണർ പ്രഭു ശിഷ്യൻ വിവേകാനന്ദ സ്വാമി. വിവേകാനന്ദ സ്വാമിയുടെ മറ്റു ശിഷ്യന്മാരെല്ലാം ഈ ശ്രീരാമകൃഷ്ണരുടെ വീട്ടിൽ കൂടി അവർ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. കൃഷ്ണയുടെ ഭാര്യ അവർക്ക് ഫ്രൂട്ടൊക്കെ കുക്ക് ചെയ്ത് കൊടുത്തു. അവരുടെ വർത്തമാനം ക്രമേണ യേശുദേവനിലേക്ക് വന്നു. അവർ യേശുവിനെ പ്രകീർത്തിച്ച് ഇത് ചെയ്തു. പാട്ടുകളൊക്കെ പാടി ആ രാത്രി അവരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവരാരും വന്നില്ല. അന്ന് ക്രിസ്മസ് രാത്രിയായി, ഡിസംബർ 24. അന്ന് മുതൽ പിന്നീട് ഇന്നു വരെയും ശ്രീരാമകൃഷ്ണ മഠങ്ങളിൽ ഡിസംബർ 24 യേശുദേവനെ സ്തുതിക്കുന്നു. ഇന്നും നമ്മൾ കേരളത്തിലുള്ള മഠങ്ങളിലാണ് ഡിസംബർ 24 അവർ ലൈറ്റ് എത്തിച്ചു. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഈ മതങ്ങളുടെയും വിഭാഗീയതകളുടെയും ഡിവിഷൻസിന്റെയും എല്ലാം ഉപരി ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ലവ്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്ത്, ആ ട്രൂത്തിന്റെ ഒരു ബ്യൂട്ടി, അത് ഈ റിലീജിയനുകൾ പരാജയപ്പെടുമ്പോൾ ഇതാണ് പ്രിവെയിൽ ചെയ്യാൻ പോകുന്നത്. എന്താണത്? ആ മതം പ്രേമമാണ്. ആ മതമാണ് ബാബുൾ ഗായകന്റെ മതമാണ് എന്റെ മതമെന്ന് ടാഗോർ പറയുന്നത്. അതാണ് നമ്മൾ സ്നേഹത്തിന്റെ മതം. ഇത് തന്നെയാണ് ക്രിസ്തു പ്രഘോഷിച്ചത്. ഇത് തന്നെയാണ് ശ്രീകന്മാർ പ്രഘോഷിച്ചത്, സ്നേഹമെന്ന മതം. അപ്പൊ വളരെ ഞങ്ങളുടെ ഗ്ലോറിയസ് ഗോസ്പൽ ഗാർഡനിങ്ങിന്റെ പേരിൽ ശാന്തപ്രിയോടുള്ള നന്ദിയും ആദരവും സ്നേഹവും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾക്ക് എതിരേക്കാണല്ലോ കുറച്ച് സമയം ശാന്തപ്രിയ നമ്മളോടുണ്ട്. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ചോദിക്കുമോ? ഈ ആ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു കോടീശ്വരനെ കണ്ടാൽ എനിക്ക് അസൂയ തോന്നുന്നു. പക്ഷെ ഇങ്ങനെ എല്ലാ ഭാഗത്തും പാടുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നും. അപ്പൊ നിങ്ങൾക്ക് ഒരു പിക്ചർ എടുക്കാം ഉള്ള സൗകര്യമുണ്ട്. സോ ചില നിങ്ങൾ മസിൽ പിടിച്ചൊന്നിരിക്കണ്ട. ഓക്കെ, ഒറ്റ കമ്പിയുള്ള ഒരു അതുകൊണ്ട് ഏത്താന്നുള്ള പേര്. അവര് ചവയ്ക്കാണ് അതിന്റെ ബേസ് ആയിട്ടുള്ളത്. മുളക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിയും തോലും ആണ് ഒറ്റ കമ്പിയായിട്ട് കമ്പിയിലാണ്. അപ്പൊ നമ്മുടെ ശരീരം തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ശരീരവും സത്യത്തിൽ വളരെ പൊടിഞ്ഞു പോകാവുന്ന മണ്ണായി പോകുന്ന സാധനങ്ങൾ കൊണ്ട് തൊലിയും എഴുപ്പും എല്ലാം കൂടി ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് നടുവില് ആ നാടകത്തിന്റെ ആ തത്തുണ്ടെന്ന് ഗുരുക്കന്മാർ പറയുന്നു. നമ്മൾ പലപ്പോഴും ജനിച്ച് മരിക്കുന്നതിനിടയിൽ അവിടെ വെച്ച് നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ടാവും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ നാടകം. അതിലേക്കുള്ള യാത്രയാണ് കൈയെടുക്കുമ്പോൾ നമ്മൾ അതിലേക്കാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ പണ്ട് മുതലേ ഇപ്പൊ നാഗമുനിയുടെ ഒരു സങ്കല്പം മുതലേ അങ്ങനെ ഒരു ഉപകരണമുണ്ട്, ഒരു എഴുത്താനുണ്ട് കയ്യില്. അപ്പൊ അത് ആ അന്വേഷണ പാതയിലുള്ള എല്ലാവരുടെയും അടയാളം പോലെ എഴുത്താനായിരിക്കുന്നു. അതാണ് എഴുത്താനം. പിന്നെ കയ്യിലുണ്ടാകുന്ന മറ്റുപകരണം അവർ തുകിയാണ്. തുകി മണ്ണുകൊണ്ടുള്ളതാണ്. ചെറിയ തവര പോലെ ഉപയോഗിക്കുന്നു. പിന്നെ കാലിൽ കെട്ടുന്നതിന് ഞാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ നമ്മളിപ്പോഴും ബംഗാളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കൊക്കെ ട്രെയിനിലാണെങ്കിലും വഴിയോരത്താണെങ്കിലും ഒക്കെ പാടുകായി പാടുന്നു. പക്ഷെ പലപ്പോഴും ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സംഗീതം ഉണ്ടല്ലോ. അപ്പം ഇപ്പം നമ്മളൊരു ഗ്രാമത്തിൽ നിൽക്കുമ്പോൾ ഒരു ഗായകൻ ഒരു എഴുത്താനായിട്ട് പാടാൻ വരുന്നു, മറ്റാളെ പോയി ഒരു ഗായകത്തോട് വരുന്നു. അതൊരു കേരളമായി സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട്.
എവിടെയാണെങ്കിലും. അപ്പൊ അവർ കൂടി ചേർന്ന മേളകൾ ചെറുതായിട്ടുള്ള ഗ്രാമങ്ങളിലാണെങ്കിലും ഒക്കെ നടക്കാറുണ്ട്. അതേപോലെ തന്നെ വർഷത്തിൽ പല സമയങ്ങളിൽ മേള, പൗഷ്മേള എന്നൊക്കെ പറഞ്ഞിട്ട് നാടുകളുടെ എല്ലായിടത്തുള്ള ആളുകൾ ഒന്നിച്ച് വരുന്ന വലിയ മേളകളും നടക്കാറുണ്ട്. അങ്ങനെയില്ല. ഇത് സത്യത്തില് ഇപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല. ഇപ്പൊ നമ്മൾ ഈ പാട്ട് കേട്ട് ആ പാട്ട് പഠിക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് അത് തേടി പോകാം. പഠിക്കുന്ന ഒരാളെടുത്ത് പാടുന്ന ഒരാളെടുത്ത് പോയി പഠിക്കാം. നമ്മൾ സത്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാല് ഓരോ പാട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കുക ചെയ്യേണ്ടത്. പിന്നെ ആ പാട്ട് തന്നെയാണ് നമ്മളെ ട്രെയിൻ ചെയ്യുക. അതായത് ധ്യാനം പഠിപ്പിക്കുന്നതിന് നമ്മൾ ആൾക്കാർക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ നമ്മളിത് പഠിക്കാനായിട്ട് നമ്മുടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ സമയം അത് കേരളത്തിൽ ഇപ്പൊ പാടുന്ന പാട്ട് പാടുന്ന ആളുകളില്ല വേറെ. അപ്പൊ നമ്മള് അത് തേടി തന്നെ പോണം. ഞാൻ പഠിച്ചത് പാർവതി ബാബു എന്ന് പറഞ്ഞ ഒരു ഗുരു ഉണ്ടായിരുന്നു. അപ്പൊ അവര് കേരളത്തിലെ കല്യാണം കഴിച്ചത്, തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവര് തിരിച്ച് ബംഗാളിലേക്ക് തന്നെ. West Bengal. So she was living there in Trivandrum. So my first training was there with her in the house. And then we traveled to Bengal. Then I started learning with other പ്രിയ നമുക്കെന്തുകൊണ്ട് പഠിപ്പിച്ചൂടാ? തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന പാട്ടുകൾ പങ്കെടുക്കാൻ ഞാൻ സന്തോഷത്തോടെ പങ്കെടുക്കും. ഈ എല്ലാ പാട്ടുകളും വിസ്ഡം പോയട്രി എന്ന് പറഞ്ഞ ഈ പാട്ടുകൾ മുഴുവനും അത് അതാത് നാട്ടുപ്രദേശത്തെ പാട്ടുകളുടെ രീതികളുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോഴാണ് അത് ആളുകളുടെ പാട്ടുകളായിട്ട് അതിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ അത് നാടൻ പാട്ടിൽ നിന്ന് വ്യത്യസ്തമാണെന്ന്. കാരണം അത് നാടൻ പാട്ട് മാത്രമല്ല, പലപ്പോഴും നാടൻ പാട്ട് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു കാലത്തിന്റെ കഥ പറയുന്നതാണ് നാടൻ പാട്ട്. പക്ഷെ ഒരുപാട് ആകുമ്പോൾ അത് കാലത്തിന് അതീതമാണ്. ഏത് കാലത്തെ മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്, എവിടെയുള്ള മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്. വീണ്ടും ഒരു ചോദ്യം കൂടി. നമ്മുടെ കേരളത്തിലെ ഉത്സവകാലങ്ങളിൽ പാടുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്ന പോലെയാണ് ബാവുൾ ഗായകർ ബംഗാളികളൊക്കെ പാടിക്കുന്നത്? അതോ നിരന്തരം എല്ലാ സമയങ്ങളിലും മഞ്ഞുകാലത്തും മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം നമ്മള് ഭയങ്കരമായിരുന്നത് സീസൺ അല്ല. എന്നുവന്ന് നമുക്ക് തിരിച്ചു പോകാനുള്ള നമ്മുടെ സാധനയുടെ വാക്കുകളാണ് ഈ പാടുന്നത്. അത് പാടുമ്പം അത് ഈ പാടുന്നത് ഞാൻ ഇതിനു വേണ്ടിയല്ല പാടുന്നത്, ഞാനും കേൾക്കുവാണ് ഈ വരികൾ. അപ്പൊ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഈ പാട്ടുകൾ പാടും. അത് എന്റെ വഴിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ഓരോ പാട്ടുകളും ഇങ്ങനെ രാഗത്തിലാണെന്ന് കേട്ടത്. പക്ഷെ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്യപ്പെടുന്നതോ ഇങ്ങനെ ശാസ്ത്രീയമായ അടിത്തറയുന്നതല്ല. കൂടുതൽ നാടൻ പാട്ടുകളുടെ ഒരു ബേസിലാണ്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, വാമുടിയായിട്ട് തന്നെയാണ് ഈ കാലം അത്രയും പാടി വരുന്നത്. അതാണ് പറഞ്ഞത്. ഇത് ഏറ്റവും പുരാതനമാണ്, ഏറ്റവും മോഡേണാണ്. അപ്പം തീർച്ചയായിട്ടും ആരും നമ്മുടെ കാലത്തിലൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാട്ടുകളാണ് നിലവിലുള്ളൂ. അപ്പൊ ഇപ്പോഴും ചില ആളുകൾ ഉണ്ടാക്കും, കമ്പോസ് ചെയ്യുന്നില്ല. പക്ഷെ അത് കാലത്തിലൂടെയാണ് അത് നമുക്കത് ബാക്കിയാവുന്നുണ്ടോ, അത് നമുക്ക് ആവശ്യമുള്ളതായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് വരിക. അതെ, എന്നെ സംബന്ധിച്ചും ആദ്യം സ്പർശിച്ചത് ഈ പാടുന്ന രീതിയാണ്. അത് മറ്റു ഞാൻ ഏത് പാട്ടും കേട്ട പോലെയല്ല, അത് ഹൃദയത്തിൽ നിന്ന് ആകാശം തൊടുന്ന പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പൊ ആ പാട്ട് അതിനോടൊപ്പം അതിന്റെ കവിത, അതിന്റെ പോയട്രി, അത് എത്രത്തോളം ആഴമുള്ളതാണെന്ന് രണ്ടുപേരെ കവിയുടെ സാക്ഷി
അതൊരു ബോംബ് പോലെയാണ്. അപ്പൊ അത് ഞാൻ ആദ്യമായിട്ട് കേട്ടൊരു കവിയെ സാക്കിയതാണ്. അതായത് മണ്ണ് കൊച്ചവനോട് പറയാണ്, ഇന്ന് നീ എന്നെ കുഴയ്ക്കുന്നു, നാളെ നിന്നെ ഞാൻ കുഴയ്ക്കുന്നു. ആ രണ്ടുപേരെയും പാടാൻ പറ്റുവാണെങ്കിൽ അത് വലിയ ഓർമ്മപ്പെടുത്തലല്ലേ. ഈ എല്ലാം ഇത് മറന്നുപോയി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ടുപേരെയും കൂടെ പിടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി മറ്റൊന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യേ, ഈ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ബംഗാൾ പശ്ചാത്തലത്തിലുള്ള കഥകളിനകത്തൊക്കെ ഈ ബാബുക്കാരെ ഇങ്ങനെ വരുവേ. പക്ഷെ ഈ മോഡേൺ കാലത്ത് ഇതിന്റെ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എത്ര മൂവീസ് ആണെന്നറിയോ? മോനൂർ മാനുഷ്യൻ, ചോക്കർബാലി, ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ലൈഫ് ആർട്ടിച്ച് ഡോക്യുമെന്ററീസ്, ഈവൻ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് അമേരിക്ക ഒക്കെ ഒത്തിരി ആളുകൾ വന്ന് ഇപ്പൊ ബാബു ഗവേഷണമൊക്കെ നടത്തി. റീസെന്റ് ഒരുപാട് ഭയങ്കര ഹ്യൂജ് എലിവേറ്റഡ് ഇൻട്രസ്റ്റ് ആണ് ബാബു മ്യൂസിക്കിൽ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കണ്ടന്റ്സ് കിട്ടും. മൂവീസ് ആൻഡ് ഡോക്യുമെന്ററീസ് ആണ് അവൈലബിൾ. സോ അതിലേക്ക് പോവുക. ശാന്തി ബ്രേക്ക് ലീവ് ചെയ്യാൻ 20 minutes ഉള്ളൂ. If anybody want a photograph with her, you can take this opportunity. Let us find a list.